إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ജീവിതത്തിലൊക്കെ നാം സ്നേഹിക്കുന്ന പലർക്കും വേണ്ടി പലതും ത്യജിക്കുന്നവരാണ് നാം. വീട്ടിൽ ഒരു രോഗിയുണ്ടെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം, അതുപോലെ മറ്റു ആഘോഷങ്ങൾ, അതിലൊക്കെ നിയന്ത്രണം വരുത്താറുണ്ട്. കുടുംബം പോറ്റാൻ പലപ്പോഴും കുടുംബത്തെ വിട്ട് ജീവിക്കലും അവർക്ക് വേണ്ടി ജീവിതത്തിലെ പല സുഖങ്ങളും ഉപേക്ഷിക്കാറുമുണ്ട്. പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാനും അവരുടെ സന്തോഷം കാണുവാനും വേണ്ടിയാണ് ഇതിലൊക്കെ നാം ഒഴുകുന്നത്. എന്നാൽ റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടാൻ ജീവിതത്തിൽ എന്തെല്ലാം നാം ത്യജിക്കാറുണ്ട് എന്ന് ആലോചിക്കണം. അള്ളാഹു ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. മനുഷ്യരിലുണ്ട് ചിലർ, അവർ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് അവരുടെ ശരീരത്തെ വിൽക്കുന്നവരാണ്. അള്ളാഹു അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ്. ഒരു വിശ്വാസിയുടെ ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ അഅ്താ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി ആരാണ് കോപിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി ആരാണ് നൽകുന്നത്? അള്ളാഹുവിന് വേണ്ടി തന്നെ ആരാണ് നൽകാതിരിക്കുന്നത്? ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അവരുടെ ഈമാൻ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടിയാണോ നാം ജീവിതത്തിലെ പലതും ത്യജിക്കുന്നത്? അള്ളാഹു നാം വിചാരിക്കാത്ത നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കണം. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ്, ആ തഖ്വയാണ് ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്നതിലെ ഏറ്റവും പ്രധാന കാര്യം. ആ തഖ്വയിൽ ആരാണ് നിലകൊള്ളുന്നത്? യജ്അൽ ലഹു മഖ്റജ. അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു എക്സിറ്റ്, ഒരു പോംവഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത നിലയിൽ അള്ളാഹു അവന് ഉപജീവനം നൽകും.
വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അങ്ങനെ തൻ്റെ കാര്യങ്ങളൊക്കെ ആരാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്, അവന് ആ അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹു അവൻ്റെ കാര്യം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരുപക്ഷെ നൈമിഷികമായ ഈ ജീവിതത്തിലെ നൈമിഷികമായ സുഖങ്ങൾ പലപ്പോഴും നാം വെടിയേണ്ടി വരും. അങ്ങനെ വെടിഞ്ഞാൽ അള്ളാഹു പകരം നമുക്ക് നേട്ടങ്ങളും നന്മകളും നൽകും എന്നതാണ് നാം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കേണ്ടത്. സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച താബിഉകളിൽ അബൂദ്ദഹ്മ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹുമ എന്ന പേരിൽ അറിയപ്പെട്ട രണ്ടു താബിഉകൾ, അവർ പറയുന്നു, കാനാ യുക്സിറാനി സഫറ നഹ്വ ഹാദൽ ബൈത്ത്. ഞങ്ങൾ പലപ്പോഴും വിശുദ്ധ കഅബ ലക്ഷ്യം വെച്ച് യാത്ര പോകാറുണ്ട്. ഇടയ്ക്കിടെ യാത്ര പോകും. സമ്പത്തുള്ളവരൊക്കെ അത് ആലോചിക്കണം. വിശുദ്ധ ഹറമുകൾ ജീവിതത്തിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ സമ്പത്തും ആരോഗ്യവും എന്ന രണ്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചവർ അത്തരം കാര്യങ്ങളിലൊക്കെ സജീവരാകണം. അബൂദ്ദഹ്മ, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ വിശുദ്ധ കഅബ ലക്ഷ്യം വെച്ച് യാത്ര പോകാറുണ്ട് ഇടയ്ക്കിടെ. അങ്ങനെ അതൈന അലാ റജുലിൻ മിൻ അഹ്ലിൽ ബാദിയ, മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ആ സമയം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, അഖദ ബിയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് ഫജഅല യുഅല്ലിമുനി മിമ്മാ അല്ലമഹുല്ലാഹു തബാറക വതആല. റസൂലുള്ള എൻ്റെ കൈ പിടിച്ച് അള്ളാഹു റസൂലുള്ളക്ക് പഠിപ്പിച്ച കാര്യം എന്നെ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ അഅതാകല്ലാഹു ഖൈറൻ മിൻഹാ. അല്ലാഹ് പഠിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ച കാര്യം ഇതാണ്, നീ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തിൽ എന്താണ് നീ വെടിയുന്നത്, അതിനൊക്കെ അള്ളാഹു നേട്ടങ്ങൾ, നന്മകൾ നിനക്ക് പകരം നൽകുമെന്നാണ്. അള്ളാഹു നൽകുക എന്ന് പറഞ്ഞാൽ ഇഹലോകത്തു നൽകും, ഇഹലോകത്തും പരലോകത്തും നൽകും, പരലോകത്തു മാത്രമായി നൽകും. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലേക്കും ഈ ഹദീസിനെ നമ്മൾ കൊണ്ടുവരണം. ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജല്ല ഇല്ലാ അഅതാകല്ലാഹു ഖൈറൻ മിൻഹാ. അള്ളാഹുവിന് വേണ്ടിയാണോ ജീവിതത്തിൽ പലതും വെടിയുന്നത്, ആ വെടിയുമ്പോൾ എന്തൊക്കെ നഷ്ടമാണ് നിനക്ക് വരുന്നത്, ആ നഷ്ടം നികത്തി അള്ളാഹു നേട്ടങ്ങൾ നൽകുമെന്നാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കണ്ണുകളെ ചിമ്മേണ്ടി വരും, നമ്മളെ കാതുകളെ അടച്ചു പിടിക്കേണ്ടി വരും, നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടി വരും, നമ്മുടെ കൈ സ്പർശിക്കാതിരിക്കാൻ, നമ്മുടെ ശരീരം തൊടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടി വരും. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണോ? മൻ തറക ശൈഅൻ ലില്ലാ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതെങ്കിൽ അള്ളാഹു പകരം നന്മകൾ നൽകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ കോപം നിമിത്തം, ദേഷ്യം നിമിത്തം അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോപം കാരണം കുടുംബ കലഹങ്ങളുണ്ടാകുന്നു, കോപം കാരണം പരസ്പരമുള്ള സ്നേഹബന്ധം തകരുന്നു. ഒരുപാട് കുഴപ്പങ്ങളാണ് മനുഷ്യന്റെ ദേഷ്യം മൂലം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദേഷ്യത്തെ അള്ളാഹുവിന് വേണ്ടി അടക്കി പിടിച്ചു നോക്കൂ, വമ്പിച്ച നേട്ടങ്ങളാണ് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾ അവന്റെ ദേഷ്യം, അവന്റെ കോപം അടക്കി പിടിക്കുന്നു, ആ കോപിച്ച് അവന് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവന് ചെയ്യാൻ കഴിയും, എന്നാലും അവൻ ആ കോപത്തെ പുറത്ത് കാണിക്കാതെ അടക്കി പിടിക്കുകയാണ്. ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിക യൗമൽ ഖിയാമ.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുന്ന പരലോകമെന്ന കോടതിയിൽ അവനെ വിളിക്കും. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഐനി മാ ശാഅ. അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സ്ത്രീകളെ അവന് തെരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമെന്നാണ്. കോപിച്ച് ആ കോപത്തിലൂടെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കലല്ല, മറിച്ച് അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അള്ളാഹു വിലക്കിയ കാര്യം, അരുത് എന്ന് അള്ളാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അള്ളാഹുവിന് വേണ്ടി വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അതിന് പകരം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനും വിചാരിക്കാനും കഴിയാത്ത നേട്ടങ്ങളാണ് ലഭിക്കുക. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സൂറത്തു യൂസുഫിലുണ്ട്. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ. അല്ലാഹുവേ, എന്നെ തോന്നിവാസത്തിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നത്, എന്നെ അതിൽ നിന്ന് ക്ഷണിക്കുന്നതിനേക്കാളും ആ ക്ഷണം സ്വീകരിച്ച് ആ വേണ്ടാവൃത്തിക്ക് ഞാൻ നിൽക്കുന്നത് അതിനേക്കാളും എനിക്കിഷ്ടം റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ, ജയിലറകളാണ് എനിക്കിഷ്ടം, ഞാൻ ജയിലിൽ കടന്നോളാം, എന്നാലും അവർ വിളിക്കുന്ന ആ വേണ്ടാവൃത്തിക്ക് ഞാനില്ല. ആ പ്രാർത്ഥന റബ്ബ് കേട്ടു. ഫസ്തജാബ ലഹു റബ്ബുഹു, റബ്ബ് അതിന് ഉത്തരം നൽകി. ഫസ്വറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. യൂസുഫിനെതിരിൽ ആ രാജ്ഞിയും മറ്റുള്ളവരും ചെയ്തെടുത്ത കുതന്ത്രങ്ങളെ അള്ളാഹ് തട്ടിമാറ്റിക്കൊടുത്തു. കാരണം എന്താ? ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അള്ളാഹ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ മനസ്സറിയുന്ന, അള്ളാഹ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്നിട്ട് എന്ത് നേട്ടം കിട്ടി? വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർളി യതബവ്വഉ മിൻഹാ ഹൈതു യശാ. ആ നാട്ടിൽ യൂസുഫ് അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അവിടെ സ്വാധീനം അല്ലാഹു സുബ്ഹാനഹു തആല നൽകി. ശേഷം അല്ലാഹ് പറഞ്ഞത് നുസീബു ബി റഹ്മത്തിനാ മൻ നശാ വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. നമ്മുടെ റഹ്മത്ത്, കാരുണ്യം നാം ഉദ്ദേശിക്കുന്നവർക്ക് ബാധിപ്പിക്കും, അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം പാഴാക്കുകയില്ല. ഇത് ഭൗതിക ലോകത്താണെങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു വകാനു യത്തഖൂൻ. പരലോക പ്രതിഫലമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഏറ്റവും ഉത്തമം എന്ന കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ആദ്യകാല വിശ്വാസികളിൽ പ്രധാനിയായിരുന്നു സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മക്കയിൽ എത്തിപ്പെട്ടത് 5 കാശില്ലാത്ത ദരിദ്രനായിക്കൊണ്ടാണ്. മക്കയിൽ വെച്ച് സമ്പാദിച്ചു വലിയ സമ്പത്തുള്ളവനായി. ഹിജ്റക്ക് പോകാൻ അനുമതി കിട്ടിയപ്പോൾ ആ സമ്പത്തും നേടിയതെല്ലാം എടുത്ത് സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റക്കൊരുങ്ങുകയാണ്. മക്കയിലെ മനുഷ്യന്മാർ, ശത്രുക്കൾ തടഞ്ഞു വെച്ചു. അവർ പറഞ്ഞു അദ്ദേഹത്തോട്, അതൈനാക സഅലൂകൻ ഹഖീറൻ ഫകസുറ മാലുക ഇൻദനാ വബലഗതല്ലദീ ബലഗത. നീ ഇവിടെ വന്നത് പരമദരിദ്രനായിട്ടാണല്ലോ. നീ ഒരുപാട് സമ്പത്തുണ്ടാക്കി ഞങ്ങളുടെ നാട്ടിൽ വെച്ച്, നീ ഇന്ന സമ്പത്തുള്ളവനായി മാറി. സുമ്മ തുരീദു അൻ തഖ്റുജ ബിമാലിക വനഫ്സിക്. എന്നിട്ട് ഈ സമ്പത്തുമായി നീ ഹിജ്റ പോകാൻ ഒരുങ്ങുകയാണോ? വല്ലാഹി ലാ യകൂനു ദാലിക. അത് നടക്കൂലട്ടോ എന്ന് പറഞ്ഞു. അത് നടക്കൂല, ഞങ്ങൾ സമ്മതിക്കൂല. സുഹൈബുർ റൂമി അവരോട് ചോദിച്ചു, അറഅയ്തും മിൻ ജഅൽതു ലക്കും മാലി അതഖുല്ലൂന സബീലി. ഞാൻ ഇവിടെ വെച്ച് സമ്പാദിച്ച സമ്പത്തൊക്കെ നിങ്ങൾക്കാണ്ട് നൽകിയാൽ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടുമോ? എനിക്ക് ഹിജ്റയാണ് ഇഷ്ടം. ഞാൻ എൻ്റെ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അവരാണ് വേണ്ടത്. ഈ സമ്പത്തിനേക്കാളും എനിക്ക് അള്ളാഹും റസൂലും മതി. ഞാൻ സമ്പത്ത് നൽകാം, എന്നെ വെറുതെ വിടുമോ? അവർ പറഞ്ഞു, നഅം, വിട്ടോളാം. ഫഇന്നി ജഅൽതു ലക്കും മാലി. ഇതാ നിങ്ങളുടെ സമ്പത്ത്. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിരവ് റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. സുഹൈബുർ റൂമി മക്കയിൽ വെച്ച് സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ വിട്ടുകൊണ്ട് കൈമലർത്തിയാണ് ഹിജ്റ പോയത്. റസൂലുള്ളാഹി പറഞ്ഞു, റബ്ബിഹ സുഹൈബുൻ. സുഹൈബിന്റെ കച്ചവടം ലാഭകരമായിട്ടുണ്ട്. ആ ലാഭം എന്നത് ഇവിടെ വെച്ച് അളക്കാൻ കഴിയാത്ത ലാഭമാണ്. അത് നമ്മൾ ചിന്തിക്കണം. അത്തരമൊരു ഈമാനിന്റെ വക്താക്കളാകണം ഞാനും നിങ്ങളും. ഇനി നോക്കൂ നിങ്ങൾ, അസ്മാ ബിൻത് അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ അസ്മാ. ആ അസ്മാ റസൂലുള്ളയും തന്റെ പിതാവ് അബൂബക്കറും
ഹിജറക്കൊരുങ്ങുകയാണ്. ഹിജറക്കൊരുങ്ങുമ്പോൾ അവർക്ക് വേണ്ട പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും അതൊരുക്കി അതൊന്ന് കയറെടുത്ത് കെട്ടാൻ നോക്കുമ്പോൾ ഒരു കയറ് പോലും കിട്ടുന്നില്ല. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖുൽതു ലി അബി വല്ലാഹി മാ അജിദു ഷൈഅൻ അർബിതു ബിഹി ഇല്ലാ നിതാഖി. ഉപ്പ, നിങ്ങളുടെ ഈ സാധനങ്ങൾ ഒന്ന് ബന്ധിച്ച് കെട്ടാൻ ഒരു കയർ എനിക്ക് കിട്ടുന്നില്ലല്ലോ. എൻ്റെ അരയിലുള്ള എൻ്റെ വസ്ത്രത്തെ മുറുക്കി ഉടുക്കുന്ന അരപ്പട്ട മാത്രമാണുള്ളത്. പിതാവ് പറഞ്ഞു, അസ്മാ ഫശുഖീഹി ബിസ്നൈനി ഫർബിതീഹി ബിവാഹിദിൻ അസ്സിഖാ വൽ ആഖറ അസ്സുഫറ. നിന്റെ അരപ്പട്ട അഴിച്ച് ആ പാത്രങ്ങൾ അതിനെ 2 ചീളാക്കി മാറ്റി ആ 2 ചീളിൽ ഒന്നുകൊണ്ട് പാത്രങ്ങളും ഒന്നുകൊണ്ട് ഭക്ഷണ സാധനങ്ങളും നീ ബന്ധിക്കുക എന്ന് പറഞ്ഞു. ഫഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തു. അന്നു മുതൽ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഒരു പേരിന് സ്ഥാനപ്പേരിന് അർഹയായി. സുമ്മിയത്ത് ദാത്തൻ നിഖാത്തൈ, 2 അരപ്പട്ടയുള്ളവൾ എന്ന പേര് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടി. ഈ വിവരം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തിയപ്പോ അസ്മാ റളിയല്ലാഹു അൻഹയോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, അബ്ദലക്കില്ലാഹു ബിനിതാഖിക ഹാദാ നിതാഖൈനി ഫിൽ ജന്ന. നിന്റെ ഈ അരപ്പട്ട ചീളാക്കി 2 കഷ്ണമാക്കി ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെ നീ കെട്ടിബന്ധിച്ചെങ്കിൽ ഈ നിന്റെ നിതാഖ് അരപ്പട്ടക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ 2 അരപ്പട്ട നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളും സത്യവിശ്വാസികളാണെന്ന് കരുതി വിശ്വസിച്ച് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറാണോ? കാണണ്ട എന്ന് പറയുന്നിടത്ത് നമ്മൾ നോക്കാൻ പാടില്ല. അത് കേൾക്കരുത് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ പാടില്ല. അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. കണ്ണും കാതും നാവും നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വിശ്വാസിയാണോ അത് മതിയാകും. അത് റബ്ബിന് വേണ്ടി ത്യജിക്കുക. നേട്ടങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത നേട്ടങ്ങളാണ് ലഭിക്കുന്നത്, ഓർക്കുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ കാണുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുത്താൽ അതിൽ കൂടുതലും ബിദ്അത്തുകൾ കലർന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇത്തരം ബിദ്അത്തുകൾ കാണേണ്ടി വരുമ്പോൾ, അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടെ സുന്നത്തുകളിലായി നിലകൊള്ളുക എന്നതും ആ ബിദ്അത്തുകൾ വെടിയുക എന്നതും ഏറ്റവും പ്രധാനമാണ്. അതും അള്ളാഹുവിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ അടയാളമാണ്. ഒരു മയ്യത്തെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും അവിടെ ഒരു ഭക്തി നിർഭരമായ പ്രാർത്ഥന. ആളുകളൊക്കെ ആമീൻ ആമീൻ എന്ന് പറയാം. ഭക്തി കൊണ്ട് പൊലിഞ്ഞു കാണുന്ന നിലക്കാണ് പ്രാർത്ഥന. പക്ഷെ അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലും സ്വഹാബത്തും അങ്ങനെ മയ്യത്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ മയ്യത്തിൻ്റെ ചുറ്റും തടിച്ചുകൂടി അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ ആമീൻ പറയുക എന്നില്ല. അവിടെ ഒരു സന്ദർഭത്തിൽ നമ്മളുണ്ടെങ്കിൽ അവിടെ കൈ താത്തിയിടണം. അത് റസൂലുള്ളയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. ഇങ്ങനെ ഓരോന്നെടുക്കുക. സുന്നത്ത് എവിടെയുണ്ടോ ആ സുന്നത്തിൽ നിലകൊള്ളുക. ബിദ്അത്തുകൾക്കെതിരിൽ നിലകൊള്ളുന്ന പലരും സുന്നത്തുകളിൽ നിഷ്ഠ കാണിക്കുന്നതിൽ പിറകിലായി കാണാറുണ്ട്. ബിദ്അത്തുകൾക്കെതിരിൽ നിലകൊള്ളുമ്പോൾ സുന്നത്തുകൾ കൂടുതൽ ചെയ്യുന്ന, സുന്നത്തുകളിൽ കണിശത പുലർത്തുന്നവരായി നമ്മൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി അമലിൻ ശിർറത്തുൻ വലികുല്ലി ശിർറത്തിൻ ഫത്രത്തുൻ. ഏതൊരു പ്രവർത്തനത്തിനും ഒരു ആവേശകാലം ഉണ്ടാകും, ഉന്മേഷകാലം. പിന്നെ ആ ഉന്മേഷം കഴിഞ്ഞ് ഒരു തളർച്ചയുടെ, ഒരു ക്ഷീണത്തിന്റെ കാലം വരും. ഫമൻ കാനത്ത് ശിർറത്തുഹു ഇലാ സുന്നത്തി ഫഖദ് അഫ്ലഹ. ആ ഉന്മേഷകാലത്ത്, നല്ല ആരോഗ്യവും ആഫിയത്തും ഒക്കെയുള്ള കാലത്ത്, ചെയ്യാൻ കഴിയുന്ന കാലത്ത് എൻ്റെ സുന്നത്തിലേക്കാണ് ഒരാൾ പോകുന്നതെങ്കിൽ അവൻ വിജയിച്ചു. ഒമൻ ഖാനത്ത് ഫത്രത്തുഹു ഇലാ ഗൈരി ദാലിക ഫഖദ് ഹലക. ആ ആഫിയത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച
തളർച്ചയുടെ കാലത്തും ആ സുന്നത്തുകൾ പരമാവധി ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ സുന്നത്തുകൾ വിട്ട് ഒരാൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു, അസ്സുന്നത്തു സഫീനത്തു നൂഹിൻ, നബിചര്യ സുന്നത്ത് എന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. മൻ റക്കിബഹ ഫഖദ് നജ, ആ കപ്പലിൽ ആരൊക്കെ കയറി അവരൊക്കെ അന്ന് രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹ ഗരിക, ആ കപ്പലിൽ കയറാത്തവരാരോ അവരൊക്കെ ആ ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇതുപോലെയാണ് സുന്നത്ത് നാണ്. സുന്നത്തിലൂടെ ആരുണ്ടോ അവൻ വിജയിക്കും. സുന്നത്തൊന്നുമില്ല ജീവിതത്തിൽ അവൻ പരാജയപ്പെടുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് നമ്മളുള്ളത്. ഈ ഭവനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിച്ചു തന്നെ കടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഭവനത്തിലാണ് നമ്മളുള്ളത്. പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പ്രാർത്ഥിച്ച് ഇടതുകാൽ മുന്നോട്ട് വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോകാനും ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് കയറുമ്പോൾ വലതുകാൽ മുന്തിക്കുക, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക. അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതൊക്കെ മരണശേഷം ബോധ്യമാവുള്ളൂ, ഇവിടുന്ന് ബോധ്യമാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി സുന്നത്തുകൾ നിഷ്ഠ പുലർത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أعتقنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين ربنا تقبل منا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.